ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ആണൊരു വീഡിയോ. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഇന്ന് സിഗരറ്റ് വരില്ല, അത് നമുക്ക് ചായ കൂടിയില്ല. വിത്തൗട്ട് സിഗരറ്റ് വിത്തൗട്ട് ചായ. എൻ്റെ ലൈഫിൽ സിഗരറ്റ് നിർത്താൻ പ്ലാനുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുക വെച്ചാൽ സിഗരറ്റ് വലി തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാത്ത ആൾക്കും ഇപ്പോൾ സിഗരറ്റ് വലിച്ചോടുന്ന ആൾക്ക് കൊറ്റൻസറുണ്ടാവും, അവർക്കും അയച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ പോകുന്നത് പപ്പായ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. രാവിലെ ഉച്ചയായി. ഇനി പപ്പായ കഴിക്കാം. പപ്പായ വെറും വയറ്റിൽ കഴിച്ചാൽ ഇത് നല്ലതാണ്. ഇത് കഴിയാനായ ടൈം ഉമ്മ കൊണ്ടുവന്ന സാധനം ജ്യൂസ്, അതും പപ്പായ. നമുക്ക് പപ്പായ ജ്യൂസ് അടിക്കാം. ശരിയാക്കുകൊണ്ടാണ് fresh papaya. ഇന്ന് ഫുഡ് വ്ളോഗാണ് സത്യം പറഞ്ഞാൽ. ലെറ്റ്സ് ഗോ. ഞാൻ ഗോണ ബി ഫുഡ് വ്ളോഗർ. അങ്ങനെയാണ് ഭാര്യ വിളിച്ചു തോന്നുന്നു. എന്ന് വെച്ചാൽ നോർമൽ ഫുഡ് വ്ളോഗാണൊക്കെ കഴിച്ചിട്ട് ഫുഡ് പാങ്ങുണ്ട്, അതല്ല. ലൈറ്റ് കാലി ജ്യൂസ് ഓൾമോസ്റ്റ് കാലിയാണ്. അപ്പോൾ ജ്യൂസും കൂടി കുടിച്ച് വെക്കാം. എൻ്റെ നമുക്ക് പോവാം. എൻ്റെ തള്ളയായ ഉമ്മ ഇവിടെ നോക്കുന്നുണ്ട്. എന്ത് പരിപാടിയെന്ന് ഇവിടെങ്ങനെയാണ് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എന്തൊക്കെയാ കൊച്ചു കയറി നടക്കുന്നത് അല്ലേ? സിഗരറ്റിൽ 4 സ്റ്റേജ് ഉണ്ട്. 1 സ്റ്റേജ് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ടൈം പിള്ളേരായിട്ട് എപ്പെങ്കിലും ഒരിക്കൽ വലിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഡെയിലി ഒരു 3 വരെ വലിക്കുന്നത്. ഇപ്പം ഞാനുള്ളത് 3rd അല്ലെങ്കിൽ 4th ഞാനുള്ളത്. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിക്കും. ചില ടൈം എഴുത്തിൽ നല്ല പോലെ വലിക്കും, ചില ടൈം എത്ര വലിക്കുന്ന അറിയില്ല. അപ്പോൾ ഇങ്ങനത്തോടെ എല്ലാം നിർത്താൻ പ്ലാന്. ഫുൾ സ്റ്റോപ്പ്. 3rd സ്റ്റേജിലുള്ളത് ഓൾമോസ്റ്റ് നിർത്താൻ പറ്റും. 4th സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എത്ര സ്റ്റേജിലുണ്ടെന്ന് നമുക്ക് നോക്കാം. മീറ്റ് മൈ ഫ്രണ്ട് നബഹാൻ. ഇതായി നമ്മളൊക്കെ സിനിമ വരാൻ ചങ്ങായി. എവിടെ പോകുന്നത്? നമ്മൾ സിനിമ വെക്കാൻ പ്ലാനിങ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ് എന്തറിയോ? വിത്തൗട്ട് സിഗരറ്റ് വിത്തൗട്ട് ചായ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എത്ര എക്സ്പെൻസീവ് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. കുടിര കുടിക്കുന്നത് കുടിച്ച് മരിക്കാണ്. ഫസ്റ്റ് ചിലവ് പറഞ്ഞാൽ 500 രൂപ പെട്രോൾ. ചിലവ് വരുവാണ്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് സിഗരറ്റ് അടിക്കാൻ മുട്ട് കഴിയുന്നില്ല. മുമ്പ് കുറച്ച് സിഗരറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ സിഗരറ്റ് വെക്കുന്നതിൻ്റെയും മുട്ടത്തിൻ്റെയും ഓരോ ചുവങ്ങിയും വായിട്ടിട്ടും. മനസ്സിലായോ? ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് കട്ട് ഫ്രൂട്ട്സും ഫ്രഷ് ജ്യൂസായിട്ട് നടക്കാൻ പ്ലാനിലാണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഗ്രേപ്പ് ഐസ് തൊട്ടിന് മധുരം ഇട്ടിന് കുറച്ച് ബോൾ വെച്ചിന്. സാറിന് ചായ കുടിക്കാൻ ഞാനാണ്. ഇന്ന് ഞാൻ കുടിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചായ കുടിക്കില്ല കേസ്. ചായ കുടിക്കില്ല. കുടിച്ചോ 80 റുപ്പീസ്. എന്നാ കൂടി പൈസ ഉണ്ടേ? സോ ഗൈസ്, നമുക്ക് കുറച്ച് ക്ഷേത്രമായി എടുത്തിരുന്നു. കുറച്ച് പിള്ളേരുണ്ട്, സബ്സ്ക്രൈബേഴ്സാണ്. കാണുമ്പോൾ എന്നാ ചലഞ്ചെല്ലാം പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ എൻജോയ് അവിടെ ഇരുന്നോ. അപ്പോൾ കളിച്ചോ എൻജോയ്. അപ്പോൾ ഇവിടുന്ന് പരിപാടിയാണ്. കണ്ടേ, അടുത്ത കുട്ടി നോക്കിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ കുറേ ഉണ്ട്, പുള്ളിക്കാരനുണ്ട്. ഹാപ്പി അല്ലേ? ഒരു ഹായ് പറഞ്ഞു. ഹായ്. പിള്ളേരൊക്കെ തുളിച്ചാൽ അടിക്കുന്നത്. ഇവിടെ സോഡാസിന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉള്ളൂ. ഇവിടെ
ഹായ് ഹാപ്പി അല്ലേ? വീട്ടിട്ടെങ്കിൽ തല്ലുന്നു ഗൈസ്. ഫാൻസ് പേരെന്ത്? ശ്രീഷ്ണ. അപ്പൊ ഞാൻ എപ്പെങ്കിലും വ്ളോഗ് നമുക്ക് കാണാം. ഇവിടെ കൊറേ പിള്ളേര് എല്ലാം ഓക്കെ. ഡെയിലി വ്ളോഗിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് വരും. ഓക്കെ. അപ്പോൾ കുറെ ആൾക്കാരുണ്ട്. നമ്മള് ബാക്കിൽ കുറെ പിള്ളേർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ അന്നദാനം നടക്കാന്ന്. അവിടെ ഇങ്ങനെ ക്യൂ കണ്ടായി കാണുന്നു. ക്യൂ മൊത്തം യെസ് ബെല്ലി ക്യൂ. ചോറിച്ചാ ഫുഡിച്ചാ ഇല്ലേ? പിന്നെ നിക്കറാ ആയിട്ട് 2 മണി സമയത്തല്ലോ ഉള്ളത്. പിള്ളേരൊക്കെ നമ്മൾ ബ്ലോക്ക് ഇട്ട് നമ്മൾ പോകാൻ പറ്റുന്നില്ല. ഉച്ചക്ക് 2 മാസം കണ്ടിട്ട് ചലഞ്ച് ചോദിക്കുന്നുണ്ട്. അപ്പോ പിള്ളേര് ചന്ത എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പഠിപ്പിച്ചു തരും. പിള്ളേരുടെ ബാക്കിലെ പോവാം. പിള്ളേർക്ക് ലൈനായിട്ട് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ തന്നെ എന്തൊക്കെയാണ് പറ അലുവ. ആ ഇത് അലുവ ആണല്ലോ. ഇത് അലുവ ആണ്. അടുത്ത് ചാമടിക്കുന്ന അലുവ. ഹായ് ഒരു ഹായ് പറഞ്ഞു. വരും. ഹായ് എവിടെ നോക്കിയാലും ഫാൻസ്. ഹായ് വരും കേട്ടോ. എവിടെ നോക്കിയാലും ഫാൻസ്. നിങ്ങളുടെ വയ്യ കൈ കാണിച്ചേ. പിള്ളേരെ നമുക്ക് തീരെ പ്രവേശിച്ചിരുന്നില്ല. മനസ്സിലായി? നമ്മൾ ഒറ്റക്കാരും വിടുന്നില്ല. ബാക്കിലേ വരുന്നു കണ്ട തീരെ ലേശം. അപ്പോൾ ഇതൊക്കെയാണ് ചന്തയിൽ പല സാധനങ്ങളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും നോക്കിക്കൊടുക്കാന്ന്. ഇപ്പോൾ എന്നെ വെറുതെ വിടുന്നില്ല. ഇത് പണികൾ കൊടുക്കണ്ടേ മറ്റേ സാരി ഇല്ല അല്ലേ? അങ്ങനെ പല സാധനങ്ങൾ. പിള്ളേർ എന്നെ വിടുന്നില്ല. അങ്ങ് വേണ്ട, നീ ഒന്നോ ഐസ്ക്രീം വേണം കഴിക്കുന്നത്. പ്രേക്ഷകരോട് നീ വാങ്ങി കൊടുക്കോ? ഒരു സോകേസ് എല്ലാവർക്കും ഇവിടെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ID മെൻഷൻ ചെയ്യണോ? പ്രേക്ഷകരോട് വാങ്ങി കൊടുക്ക്. ഐസ്ക്രീം വേണ്ടേ? എനിക്ക് ഐസ്ക്രീം വേണ്ടേ? എന്നാ പറഞ്ഞ പോവാ. കാർന്ന് പിള്ളേരെ എന്നെ വന്നിട്ട് വിളിക്കുകയാണ്. ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി. ഫുൾ ആൾക്കാർ. അപ്പോ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കളിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടാകുമ്പോ അവരെന്ത് പറഞ്ഞത്? 2 കോർണർ സീറ്റിൽ വേണം. പോയി 300 അടുത്തേലും എന്തേലും കോർണർ എടുക്കണം. ആരെയൊക്കെ കൂട്ടിയിരുന്നൊരു കോർണർ എടുക്കണം. അല്ല ചോദിക്കുന്നു ഇപ്പൊ കോർണർ എടുക്കണം. അവസാനം കേറിട്ട് എനിക്കിത് തന്നെ വേണം അല്ലേ? അപ്പുറം അങ്ങോട്ട് അവരെങ്ങനെയാ പറഞ്ഞത്? അങ്ങ് പോണം. ഇതിരാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറിയാം. ഹലോ അമ്മയല്ലേ അടുത്ത് നിന്റെ കാക്കാന്റെ തിയേറ്റർ കാര്യമായിട്ട് എന്തോ എന്തെന്നറിയില്ല. ഇതൊരു പേസ്റ്റ് ആണ്. സിനിമ അങ്ങനെ സിനിമക്ക് ഓൾമോസ്റ്റ് കണക്ട് ആയിട്ടാ. ഇവന് കുറച്ച് കണക്ട് ആയി. ഇവന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ഷോപ്പിൽ ചെറുതായിട്ട് പർച്ചേസിങ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് പറയാനുള്ളത്? സുഖമല്ലേ? ഞാൻ എന്ത് കണ്ടന്റ് അറിയോ? വിത്തൗട്ട് സിഗരറ്റ് വിത്തൗട്ട് ചായ. എന്റെ അഭിപ്രായം പറഞ്ഞ വിത്തൗട്ട് സിഗരറ്റ് വിത്തൗട്ട് ചായ. എന്റെ അഭിപ്രായം പറഞ്ഞ കേരളത്തിൽ ലോകത്തിൽ കുഞ്ഞ് ചെയ്തിട്ടുണ്ടല്ലേ സംഭവം? അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആരും സിഗരറ്റും ഇല്ലാണ്ട് നടക്കത്തില്ല. നമ്മളൊന്നും അങ്ങനത്തെ സിഗരറ്റ് ഒന്നും ഇല്ല. വിൽക്കാൻ പറ്റൂ? അങ്ങനത്തെ വിൽക്കാനൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് വെച്ചാല് അത് നല്ലൊരു അഭിപ്രായമാണ്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ഷാലിമാർ റെസ്റ്റോറന്റിലെത്തി അല്ലേ? എന്തോട്ടാക്കി? ചിക്കൻ ബിരിയാണി. മട്ടൺ ചിക്കൻ ഓർഡറാക്കി കൂട്ടാ. ചിക്കൻ. അപ്പോൾ ഇവനൊരു ഹാഫ്സും ഞാൻ ഫുള്ളും ഓർഡർ ചെയ്യിക്കാണ്. നോക്കാം നമുക്ക്. ഞങ്ങളുടെ ഫുഡ് പെട്ടെന്ന് എത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. യെസ്
പുള്ളിക്കാരൻ ഫുൾ ടൈം മൊബൈൽ ഫോണിൽ മാത്രമാണ് തെണ്ടി എടുത്ത് ഒന്ന് ഫുൾ ടൈം മൊബൈൽ ഫോണിൽ. പക്ഷേ എനിക്ക് എന്തായാലും പെട്ടെന്ന് ചൊടിയിരുന്നു ഓനെ മൊബൈൽ കളിക്കുമ്പോൾ ഇതാണ് തല്ലാൻ ഇരിക്കുന്നത് മാത്രമേ ടപ്പീന്ന് ഓർക്കാൻ ഇരിക്കുന്നത്. കുറേ ചിക്കൻ ബിരിയാണി വന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് കുറേ ഉണ്ട്. പിന്നെ ഇപ്പം കിട്ടി ലെഗ് പീസ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടോ ഞാൻ അധികം ബിരിയാണിയും ചായ അധികം കുടിക്കാം. കാരണം ബിരിയാണി അത്യാവശ്യം ഒന്നും മൈ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി പലതും പറഞ്ഞു. ജങ്ക് ഫുഡ് ജങ്ക് ഫുഡും കഴിക്കാൻ പാടില്ല. മീൻസ് ഫ്രൂട്ട് മറ്റേ ഡ്യൂ ലൈക്ക് അതുപോലെ കുടിക്കാൻ പാടില്ല. ലൈസ് തിന്നാൻ പാടില്ല. ഇങ്ങനെ തിയേറ്ററിൽ പോയി ചായ അടിച്ചിട്ടാ കോഫി അടിച്ചിട്ടാ ഒരു ഫ്രൂട്ട് അടിച്ചിട്ടാ കുടിച്ചിട്ടാ പിന്നെ പോപ്കോൺ ഒന്നും വാങ്ങി തോന്നിട്ടാ. പക്ഷെ എന്ത് വേറെ സമ്മതിക്കുന്നില്ല. കൈന്ന മണിക്കുന്ന പറയിക്കലോ അങ്ങനെ ഫുഡ് അതിന്റെ വേറെന്തോളൂ അത്രേ ഉള്ളൂ. ഫുഡ് അതിന്റെ വേറെന്തോളൂ. പിന്നെ ജങ്ക് ഫുഡ് കഴിക്കണ്ട അറിഞ്ഞോ? ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല ബിരിയാണി ജങ്ക് ഫുഡ് തന്നെ ബിരിയാണി തന്നെ ജങ്ക് ഫുഡ് തന്നെ അത്. ഹൗ ഇസ് ഇറ്റ് ഹോട്ടുണ്ടാ? ചൂടുണ്ട് ഇംഗ്ലീഷ് വെച്ചേ ബിരിയാണി ഹോട്ട് ഉണ്ടാവും. ക്വാർട്ടർ ഇല്ല അത് ബിരിയാണി ബിരിയാണി ക്വാർട്ടറില്ല. എന്ത് പാവടാ ഞാൻ അത് കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേ എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലേ സംഭവം. എന്നാലും എന്ത് അയാൾ അങ്ങനെ പറഞ്ഞു എടാ അയാൾക്ക് മനസ്സിലാത്തോണ്ടല്ലോ പൊട്ടാ. എനിവേ സംഭവം ബിരിയാണി ലെഗ് പീസ്. അപ്പോൾ ഞാൻ ഫുഡ് ബ്ലോഗറാണ് ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫുഡ് ബ്ലോഗറിങ് ആണ്. ഇത്ര പറ്റും നടക്കും. ചെറുക്കനെ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് വന്ന 7up. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് നാച്ചുറൽ ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ചിന് അത്ര മരുന്ന് ആയിക്കറിയാം. അതെ അതിനിത്ര വിഷമില്ല. ഞാൻ ഡെയിലി മുസ്ലിം ജ്യൂസ് കുടിക്കുന്ന എടുത്തനാണ്. പക്ഷെ എനിക്ക് ഈ മുസ്ലിം ജ്യൂസിൽ കളറില്ല. എന്താ അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ വെള്ളം ആടെ ഇത് എനിക്ക് ഹൃദയ ചോദിക്കേ ഇത് എനിക്ക് മാത്രം ഇങ്ങനെ. ബാക്കിയുള്ളതൊക്കെ ബിരിയാണിയിലൊക്കെ ഈ ലെഗ് പീസും ഒക്കെ ഇഷ്ടപ്പെട്ട്. പക്ഷേ ഈ പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഡിബേറ്റ്. ഫുഡിൻ്റെ പൈസ 400 rupees. സമയം 5:30. 5 മണിക്ക് ഫുഡ് അടിച്ച് അരമണിക്കാണ് ഫുഡ് അടിച്ചിട്ടായി. അപ്പോൾ വേർസ് അവർ ഡ്രസ് നോക്കിയിട്ട് എടുത്തോളൂ. യെസ് താങ്ക് യു. ഹാപ്പി അല്ലേ? ബാക്കിയാ ബാക്കിയുണ്ടാ ഒന്നുമില്ലല്ലോ. അപ്പം നല്ല ഉഷാറായിട്ട് സെറ്റായിട്ട് കാണാം തരാം. സോ ഗൈസ് വീട്ടിലേക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് 6 മണി. അപ്പോൾ അതിൻ്റെ പേയാണ്. പിന്നെ ഇങ്ങനെ കണ്ടന്റ് ചെയ്യാൻ കാരണം സത്യം പറഞ്ഞാൽ സിഗരറ്റ് വലിയ കൂടി നമുക്ക് ഡൗട്ടായി പോയി. അത് നിർത്താൻ പ്ലാനിലുണ്ടായത്. ഇപ്പോൾ നിർത്താൻ പ്ലാനുണ്ട്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ സിഗരറ്റ് ഞാൻ വിളിക്കുന്നില്ല. ഇപ്പോൾ സിഗരറ്റ് ആണ് വിളിക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ടു ഷെയർ. അതുപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എക്സ്പീരിയൻസ് ഇല്ല, ചെയ്തൊരു എക്സ്പീരിയൻസ് തീരെയില്ല. ചിലപ്പോൾ വൺ ഫ്ലോപ്പായിരിക്കും, മണ്ടത്തിലായിരിക്കും. എനിവേ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അഥവാ ഇത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കിടിലം വ്ലോഗായിട്ട് പിന്നെ കൂടി വരുന്നതായിരിക്കും. നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ഇതായിട്ടാ കുറച്ച് എക്സ്പീരിയൻസ്